ഇപ്പോൾ ഇൻവിസിബിൾ നെക്ലേസ് അല്ലേ ട്രെൻഡിങ് ആയിട്ട് പോണത് അല്ലേ. ഗിയർ വയറൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇൻവിസിബിൾ നെക്ലേസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന്. ഇൻവിസിബിളിൻ്റെ നെക്ലേസ്, ബ്രേസ്ലെറ്റ് ഒക്കെ ഇപ്പോൾ എല്ലാതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോണ ഐറ്റംസാണ്. അപ്പോൾ അതൊന്നും മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒരു കമ്മൽ ഉണ്ടാക്കാൻ തോന്നി. എത്രത്തോളം നന്നാവുമെന്ന് അറിയില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതൊരു 4 പീസായി, ഒരേ വലുപ്പത്തിൽ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൽ ആദ്യം ഒരു ഗിയർ ലോക്കാണ് ഇടണത്. അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ്റെ ഈ ബീഡ് ഇടുന്നുണ്ട്. പിന്നെ ഗ്രീൻ കളറുള്ള ക്രിസ്റ്റൽ ബീഡാണ് ഇടുന്നത് കേട്ടോ. ഒരെണ്ണം കൂടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗോൾഡൻ്റെ ബീഡ്, പിന്നെ ഗിയർ ലോക്ക്. ഇങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഗിയർ വയറിൻ്റെ സെൻറ്ററായിട്ട് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ രണ്ടും ഗിയർ ലോക്ക് ചെയ്യാം. അപ്പോൾ ഇത് സെൻറ്ററിലാക്കി നിർത്തിയിട്ട് ലോക്ക് ചെയ്യാണ് കേട്ടോ. ഒരു ഭാഗം ലോക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത ഭാഗം ലോക്ക് ചെയ്യാം. കണ്ട, ഇങ്ങനെയാണ് ചെയ്തുള്ളത്. ഇതേപോലെ ഈ ബാക്കിയുള്ള 3 പീസിലും ഇങ്ങനെ തന്നെ ചെയ്യാം. 4 പീസിലും ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെ 2 പീസ് എടുക്കാം. രണ്ട് പീസ് ഒപ്പം പിടിച്ചിട്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഗിയർ ലോക്ക് ഇടുന്നേക്കാളും മുന്നേയായിട്ട് ഈ ഒരു ലോക്ക് നമ്മളിതിലിടുന്നുണ്ട്. ഇത് ബ്രേസ്ലെറ്റിനും മാലയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഇത് ഈ 2 ഗിയർ വയറും കൂടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്ക് എടുക്കണം. ഇങ്ങനെ. ഇനി ഇവിടെ ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലോക്ക് ഇത് കൂടെ അങ്ങനെ എടുത്തിട്ട് ഇതും പ്രസ് ചെയ്യാം. അപ്പം നമുക്കിത് ഇങ്ങനെ ആണ് കിട്ടിയുള്ളത്.
ഇനി നമ്മുടെ കമ്മലിൻ്റെ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഹുക്ക് അകത്തിയിട്ട് ഇതിൻ്റെ ഹോളിൽ കൂടെ കമ്മലിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്താം. കണ്ട ഇങ്ങനെ കടത്തിയിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ഇൻവിസിബിൾ കമ്മൽ. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് അടുത്തതും കൂടി ഇങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ മറ്റേ കമ്മലും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഇതും കൂടി കണക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇത് കമ്പിയായ കാരണം നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാൻ എന്താ വേണ്ടതെന്ന് കുറേ ആലോചിച്ചിട്ടാണ് ഈ ഹുക്കിൻ്റെ ഇത് ഓർമ്മ വന്നത്. അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. അത് കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി കമ്മലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻവിസിബിളിൻ്റെ നെക്ലേസും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് എല്ലാതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നന്നായിട്ട് മാലയും ബ്രേസ്ലെറ്റും ഒക്കെ ഒരേ ഇതിൽ തന്നെ ഇൻവിസിബിളിൻ്റെ ചെയ്യണതിൻ്റെ ഒപ്പം അതേപോലെ, അതായത് ഒരേ പേള് വെച്ചിട്ട് തന്നെ നമ്മളത് സെറ്റായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം ഗ്രീനിൻ്റെ കൊടുത്ത് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ ബ്രേസ്ലെറ്റും ഈ ഗ്രീനിൻ്റെ വെച്ചിട്ട്, അതുപോലെ തന്നെ മാല ഗ്രീനിൻ്റെ ഇത് വെച്ചിട്ട്, അതേപോലെ കമ്മലും, അങ്ങനെ മൂന്നും ഒരേ സെറ്റായിട്ട് നമുക്ക് ഒരേപോലത്തെ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. എന്തായാലും ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അയയ്ക്കുക. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. പുതുതായിട്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണവർക്കൊക്കെ ഈ ചാനലിൻ്റെ ഇത് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ മറക്കരുത്, കമൻറ്റൊക്കെ അയക്കണം.